റാഫ യഹോവ. നമ്മൾ ഒരുമിച്ച് കൂടി പാട്ട് പാടി ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത്, നമ്മൾ ഒരുമിച്ച് കൂടി സ്തുതിക്കുന്ന സമയത്ത്, ഡെലിവറൻസ് പ്രാർത്ഥനകൾ ചെല്ലുന്ന സമയത്ത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഈ സമൂഹത്തിൽ വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളുടെ മേൽ ദൈവമായ കർത്താവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കും. ഇപ്പോൾ ദൈവിക ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ, ദൈവിക ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സമയത്ത് ദൈവാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വ്യാപരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് ബോധ്യപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അങ്ങനെ ബോധ്യപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ഇടപെടൽ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ബോധ്യപ്പെടാതെ വെറുതെ ഒരു കാഴ്ചക്കാരനെ പോലെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ വന്നിരിക്കുന്ന ആ അവസ്ഥയിൽ തന്നെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, തിരിച്ചു പോകുമ്പോഴും ഒരു നിരീക്ഷകനെ പോലെ തന്നെ തിരിച്ചു പോകും. കാരണം വലിയ വ്യത്യാസം ഉണ്ടാകുന്ന നിർബന്ധമില്ല. ഹല്ലേലൂയ. ഇത് അച്ഛൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് അച്ഛനത് പറയേണ്ടത്. അച്ഛൻ ആദ്യത്തെ പൗരോഹിത്യം കിട്ടിയ ആദ്യത്തെ ഒരു വർഷം നിങ്ങളിൽ പലരെയും പോലെ ഒരു നിരീക്ഷണ പറക്കലുകാരനായിരുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ടെക്നിക്ക്, ഇതെല്ലാം നോക്കി നടക്കുമായിരുന്നു ആദ്യത്തെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളിൽ അച്ഛൻ ചെയ്തിരുന്നത്. എന്നാൽ ഒരു സ്ഥലത്തും എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസമുണ്ട്, അത് സംശയമില്ല അല്ലേ. ദൈവത്തിൽ വിശ്വാസമുണ്ട്, പരമ്പരാഗതമായ നമ്മുടെ പ്രാർത്ഥനയെ കൊണ്ടെന്നറിയാം. ആ പ്രാർത്ഥന എങ്ങനെ ചെല്ലണം നമുക്ക് അറിയാം, അത് വേറെ കാര്യം. എന്തായാലും ശരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസമുണ്ട്. ദൈവമുണ്ട്, ദൈവം സർവശക്തനാണ്, ദൈവമുണ്ട്, ദൈവത്തിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. എന്നാൽ അങ്ങനെയൊക്കെ വിശ്വാസം ഉണ്ടെങ്കിലും ശരി, ഹൃദയത്തിൻ്റെ വേറൊരു ഭാഗത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കാത്ത ഒരാത്മാവ് ഇരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആ ആത്മാവിൻ്റെ പേരാണ് എതിർപ്പിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇത്തിരി ബുദ്ധി ഉണ്ടെങ്കിൽ ഈ അഹങ്കാരത്തിൻ്റെ ആത്മാവ് അയാളുടെ മേൽ ഉണ്ടായിരിക്കുമെന്നുള്ളത് നിരവധി വ്യക്തികളുടെ അനുഭവത്തിൽ നിന്നും എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും ഞാൻ ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഒരു വർഷം മുഴുവനും ഇങ്ങനെ നിരീക്ഷണം നടത്തിയും ഇതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് നോക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ച്, അല്ല അച്ഛനും കുറച്ചങ്ങോട്ട് എളിമപ്പെടാൻ എന്താ കുഴപ്പം? ഈ ഭൂമിയിൽ അച്ഛന് മുമ്പ് എത്രയോ വലിയ ബുദ്ധിമതികളും വന്ന് കടന്നുപോയി. കോടിക്കണക്കിന് ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും അനുഭവിച്ചിട്ടുള്ളതും ഏറ്റുപറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങളാണ് ബൈബിളിലുള്ള ബൈബിൾ സത്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്പം ഒന്ന് എളിമപ്പെട്ട അച്ഛനും അത് കിട്ടില്ലേ എന്ന് പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ. അപ്പോൾ ഞാൻ പിന്നെ ദൈവത്തിൻ്റെ സന്നിധിക്ക് എളിമപ്പെടാൻ തുടങ്ങി. എളിമപ്പെടുമ്പോഴാണ് ദൈവാത്മാവിൻ്റെ എന്തെങ്കിലും ചെറിയൊരു സ്പർശനം കിട്ടുള്ളൂ പിന്നെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വലിയ കേമന്മാരാണെന്ന് വിചാരിച്ച് ദൈവാത്മാവ് ഒന്നും മൈൻഡ് ചെയ്യുക പോലും ചെയ്യണം നിർബന്ധമില്ല. നമ്മൾ വലിയ കൊമ്പന്മാരാണെന്ന് വിചാരിച്ച് ദൈവാത്മാവ് നമ്മളെ ഒന്ന് ഗൗനിക്കണത് പോലും നിർബന്ധമില്ല. എന്നാൽ അല്പം ഒന്ന് എളിമപ്പെട്ടാൽ അവിടെ ആത്മാവിൻ്റെ സാന്നിധ്യം വരും. അല്പം ഒന്ന് എളിമപ്പെട്ട ഒന്ന് ചെറുതായാൽ അവിടെ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം വരും. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ, ഹല്ലേലൂയ. അങ്ങനെ ദൈവാത്മാവിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ടിട്ട് ദൈവാത്മാവിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. ദൈവാത്മാവിനോട് ചോദ്യം ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവേ, ഇങ്ങനെയൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, പല ആളുകളും അങ്ങനെ പല അത്ഭുതങ്ങളെക്കുറിച്ച്, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വലിയ അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഞാനും പ്രാർത്ഥിച്ച് എനിക്കും കിട്ടുമോ? അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു അത്ഭുത ശക്തി എനിക്കും കിട്ടുമോ എന്നൊരു സംശയത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ച്, ഞാനും പ്രാർത്ഥിച്ച് എളിമപ്പെട്ട് പ്രാർത്ഥിച്ച് എനിക്കും കിട്ടുമോ എന്ന് ചോദിച്ച് ഉടനെ പരിശുദ്ധാത്മാവ് അപ്പം തന്നെ ഉത്തരം തന്ന്. അതാണ് റോമാലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിലെ വചനം. സ്വർഗത്തിലെ തൻ്റെ ഏകജാതനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ സ്വർഗത്തിലുള്ള സമസ്തവും നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. എന്താ നിങ്ങളുടെ അഭിപ്രായം? തരുമോ ഇല്ലയോ? പരിശുദ്ധാത്മാവ് എനിക്കൊരു ബോധ്യം തന്ന്, അത് തരുന്നതിൽ ദൈവത്തിന് സന്തോഷം മാത്രമേ ഉള്ളൂ. അല്പം ഒന്ന് എളിമപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അന്ന് തൊട്ട് പരിശുദ്ധാത്മാവിൻ്റെ സന്നിധി ഒത്തിരി എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവേ, ഞാനൊരു ചെറിയ മനുഷ്യനാണ്,
വലിയ ബുദ്ധിയൊന്നുമില്ല. എന്നേക്കാൾ വലിയ ബുദ്ധിമാന്മാർ സോളമനും സീസറും കൈസറും എല്ലാം ലോകത്ത് ജീവിച്ച് പോയിട്ടുണ്ട്. ഞാൻ ചെറിയ ഒരാൾ. പിന്നെ പരിശുദ്ധാത്മാവിന് ഇഷ്ടമുണ്ടെങ്കിൽ അത് തരുള്ളൂ എനിക്കറിയാം. അതുകൊണ്ട് ദയവ് തോന്നി എന്നോട് ഇഷ്ടം തോന്നണമേ എന്ന് പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വേറൊരു മർമ്മം പറഞ്ഞു തന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, അച്ഛനിപ്പോൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലത് തന്നെ, എളിമയൊക്കെ കൊള്ളാം, എളിമയൊക്കെ നല്ലത് തന്നെ, പക്ഷേ അച്ഛന് പെട്ടെന്ന് കാര്യം നടപ്പാക്കാനുള്ള ടെക്നിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് രോഗശാന്തി അഭിഷേകം വരാൻ, പെട്ടെന്ന് ജനത്തിൻ്റെ മേൽ വിടുതലുണ്ടാകാൻ, പെട്ടെന്ന് ജനം അത്ഭുതം പ്രാപിക്കാൻ, പെട്ടെന്ന് ജനത്തിൻ്റെ മേലുള്ള കഷ്ടങ്ങൾ മാറിപ്പോകാനുള്ള വഴികൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് അച്ഛന് അറിയാൻ പാടില്ല. ദൈവത്തിനത് കൊടുക്കാൻ ഇഷ്ടമാണ്. ദൈവം ധാരാളമായത് കൊടുക്കും. അത് സങ്കീർത്തന പുസ്തകം 31 അധ്യായം 19 വാക്യത്തിലുണ്ട്. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, അത് അങ്ങയുടെ ഭക്തർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അങ്ങ് അവ പരസ്യമായി നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന് കൊടുക്കാൻ ഇഷ്ടമാണ്. ദൈവം ധാരാളം ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ ദേവാലയത്തിൽ വരുന്നവർ ഒരുപാട് പേര്, പള്ളി വരുന്നവർ വെറുതെ കുർബാനയ്ക്ക് വരുന്ന എത്ര ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാം. ആദ്യത്തെ 2-3 വർഷം വെറുതെ വരും, വെറുതെ പോകും, ഓരോ അനുഭവം ഇല്ലാതെ ഇറങ്ങി പോണവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ പള്ളിയിലത്തെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ തന്നെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. വെറുതെ വരും, വെറുതെ പോകും. 1 മണിക്കൂർ ചിലവഴിച്ചിട്ട് 5 പൈസയുടെ ഒരു ആത്മീയ അഭിവൃദ്ധിയോ ആത്മീയ അനുഭവം ഇല്ലാതെ പോകുന്ന ആളുകളെ കണ്ട് എൻ്റെ ചങ്ക് പടഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇവരും 1 മണിക്കൂറൊക്കെ പള്ളിയിൽ വന്ന് ഞായറാഴ്ച കുർബാനയൊക്കെ അർപ്പിച്ചിട്ട് വെറുതെ ഇറങ്ങിപ്പോണേ, ഒരല്പം പോലും ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകണില്ല, ഒരു അനുഭവം, ഒരു തീഷ്ണത, ഒരു ജ്വലനം ഇവർക്ക് ഉണ്ടാകണില്ല. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, അതിന് ബൈബിളിൽ പറഞ്ഞ വഴികളിലൂടെ ദൈവത്തിൻ്റെ ജനം നടന്നാലേ ദൈവത്തിൻ്റെ അനുഭവത്തിൻ്റെ ഉറവകൾ പൊട്ടിപ്പുറപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം, കരങ്ങൾ വീശി പറയട്ടെ ഹല്ലേലൂയ. 2 കരങ്ങൾ വീശി പറയട്ടെ. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്താ ബൈബിളിൽ ദൈവജന അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി എന്താണ് ടെക്നിക്കായിട്ട്, ഷോർട്ട് കട്ടായിട്ട് എന്താണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് വെളിപ്പെടുത്താമോ എന്ന് ചോദിച്ച്. അപ്പോഴാണ് ദൈവത്തിനൊരു വേദന വെളിപ്പെടുത്തിയത്. അത് റോമാ ലേഖനത്തിലാണ്. റോമാ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ അതിൽ 20 മുതലുള്ള തിരുലിഖിതങ്ങൾ, ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ വ്യക്തമായിട്ട് അവർക്കറിയാം. എന്നാൽ അവർ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുകയോ അവിടത്തേക്ക് മഹത്വം നൽകുകയോ ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. പള്ളി വരണുണ്ട്, പക്ഷേ ഹൃദയം കൊണ്ട് അവർ ദൈവത്തിന് മഹത്വം നൽകുന്നില്ല. അവർ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുന്നുണ്ട്, ചടഞ്ഞുകൂടി ഇരിക്കും എന്നല്ലാതെ ദൈവത്തിന് അവർ ഹൃദയം കൊണ്ട് മഹത്വം നൽകുന്നില്ല. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞ അങ്ങേയറ്റം പോയി പഠിച്ചിട്ടുണ്ട്, വലിയ ഡിഗ്രി വരെ എടുത്തിട്ടുണ്ട്, ശരി തന്നെ, എല്ലാം ശരി തന്നെ. എന്നാൽ അവരുടെ ഹൃദയം കൊണ്ട് അവർ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നില്ല, ദൈവത്തിന് നന്ദി കൊടുക്കണില്ല. ദൈവമേ നന്ദിന്നോ, ദൈവമേ മഹത്വം എന്നൊക്കെ പറഞ്ഞ് ഓരോ നന്മയോർത്ത് ദൈവത്തിനും നന്ദിയും സ്തുതികളും അർപ്പിക്കുന്നതിൽ ഈ ജനം അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ ജനത്തെ നോക്കി ദൈവമായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. അതാണ് റോമാലേഖനം 1:20-21 വാക്യങ്ങൾ. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതെല്ലാം അവർ അറിഞ്ഞിരുന്നെങ്കിലും അവർ അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അപ്പോൾ ദൈവത്തോട് ചോദിച്ച്, ദൈവമേ, എന്താണ് ഇനി ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി എങ്ങനെയാണ്? എല്ലാ കാര്യത്തിനും ദൈവത്തിന് നന്ദി കൊടുക്കണം, എല്ലാ കാര്യത്തിനും ദൈവത്തിന് മഹത്വം നൽകണം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ശുശ്രൂഷയിൽ ദൈവജനം പങ്കെടുക്കുമ്പോൾ ദൈവജനത്തിന് സംഭവിക്കുന്ന വിടുതൽ രോഗസൗഖ്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. പരിശുദ്ധാത്മ അഭിഷേകം കിട്ടിയെങ്കിൽ അതിനെ ഓർത്ത് നന്ദി പറയണം. വചനം ലഭിച്ചെങ്കിൽ അതിനെ ഓർത്ത് നന്ദി പറയണം. മദ്യപാനം മാറിയെങ്കിൽ അതിനെ ഓർത്ത് നന്ദി പറയണം. കുടുംബസമാധാനം ലഭിച്ചെങ്കിൽ അതിനെ ഓർത്ത് നന്ദി പറയണം. മക്കൾക്ക് നേർബുദ്ധി കിട്ടിയെങ്കിൽ അതിനെ ഓർത്ത് നന്ദി പറയണം. പ്രാർത്ഥിക്കാൻ ആഗ്രഹം തോന്നിയെങ്കിൽ അതിനെ ഓർത്ത് നന്ദി പറയണം. നഷ്ടപ്പെടുക ദൈവഭക്തി തിരികെ കിട്ടിയെങ്കിൽ അതിനെ ഓർത്ത്
നന്ദി പറയണം. ബൈബിൾ വായിക്കാൻ ആഗ്രഹം തിരിച്ചു കിട്ടിയെങ്കിൽ അതിനെ ഓർത്ത് നന്ദി പറയണം. പാപം ഉപേക്ഷിക്കാനുള്ള ആഗ്രഹം, അനുതാപം കിട്ടിയെങ്കിൽ അതിനെ ഓർത്ത് നന്ദി പറയണം. കുമ്പസാരിക്കാൻ തോന്നിയെങ്കിൽ അതിനെ ഓർത്ത് ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷ ശോഷിച്ചു പോകാൻ കാരണം, ചാവാറായ അവസ്ഥയിൽ നിങ്ങളുടെ ശുശ്രൂഷ ആയിത്തീരാൻ കാരണം, കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മേൽ വർഷിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കർത്താവിൻ്റെ സഭ കർത്താവിന് മഹത്വം നൽകുന്നില്ല എന്ന് തന്നെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അന്ന് തൊട്ട് അച്ഛൻ ശുശ്രൂഷകളിൽ സംഭവിക്കുന്ന ദൈവിക ഇടപെടലുകൾ, അത് ബൈബിൾ വായിക്കാൻ കിട്ടിയൊരു ആഗ്രഹമായിരിക്കാം, അത് ഒരു തലവേദന മാറിയ കാര്യമായിരിക്കാം, അത് ഒരു കുട്ടി വീട്ടിലെ അനുസരണയില്ലാത്ത കുട്ടിക്ക് അനുസരിക്കാൻ ഒരു അനുഗ്രഹം കിട്ടിയ കാര്യമായിരിക്കാം. അതെല്ലാം സമൂഹത്തിൻ്റെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ദൈവജനത്തെ ഉത്ബോധിപ്പിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് ദൈവജനം ഉണരാൻ തുടങ്ങി. അന്ന് തൊട്ട് ദൈവജനം ആത്മാവിനെ പ്രാപിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് ദൈവജനത്തിൻ്റെ ക്ഷീണങ്ങളൊക്കെ മാറാൻ തുടങ്ങി. അന്ന് തൊട്ട് ദൈവജനം ആത്മാവിനാൽ പുതുജീവൻ പ്രാപിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിനാൽ മത്ത് പിടിച്ച ജനത്തെ പോലെ ദൈവജനം ഉണർന്ന് തൊഴുത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പശുക്കുട്ടികളെ പോലെ തുള്ളിച്ചാടി അനുഗ്രഹത്തിൽ, അഭിഷേകത്തിൽ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് അടിക്കടി തുടർന്നുള്ള ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും അതിൽ കാണാൻ സാധിച്ചത്. കരങ്ങൾ ഉയർത്തിട്ട് 3 തവണ ഹല്ലേലൂയ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് വർഷിച്ച 1-2 അനുഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. ഈ സമയത്ത് നന്നായിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് കൽപ്പിച്ച് അനുവദിച്ച് തന്നിരിക്കുന്ന ടൈമാണെന്ന് മനസ്സിലാക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരുപാട് പേർക്ക് അനുഗ്രഹത്തിന് വേണ്ടിയാണ് ദൈവത്തിന് മഹത്വം നൽകാൻ ഈ അല്പസമയം അനുവദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അന്തോണി എന്ന ചേട്ടൻ ഷോളയൂർ എന്ന ദേശത്ത് നിന്ന് ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാനിവിടെ 5-6 വർഷമായിട്ട് എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിച്ച് പോകാറുള്ള ആളാണ്. ഞാൻ രണ്ട് ധ്യാനം കൂടിയ ആളാണ്. ഈ കഴിഞ്ഞ ധ്യാനത്തിന് മുൻപ് എൻ്റെ മകളുടെ കല്യാണം കഴിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആ നന്ദി പറഞ്ഞ് ധ്യാനം കൂടി പോകാൻ വേണ്ടി ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇവിടെ വന്നിരുന്നു. വന്ന 2008 നവംബർ മാസത്തിൽ 9-ാം തീയതി മുതലുള്ള ധ്യാനത്തിൽ കൂടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ധ്യാനം കൂടി. എന്നാൽ നന്ദി പറയാൻ സാധിച്ചില്ല. മകളുടെ വിവാഹം കഴിഞ്ഞതിന് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. അന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല. ഉറക്കം കിട്ടിയില്ല. നേരം വെളുക്കുന്നവരെ ഉറക്കം കിട്ടിയില്ല. ആ ഉറക്കം കിട്ടാതെ വന്ന അവസരത്തിൽ എനിക്ക് എപ്പോഴും വരുന്നൊരു അസുഖമാണ് അപസ്മാരം. ആ അപസ്മാരം എത്ര നാളോട്ടുള്ളതാണ്? അതിൻ്റെ ഒരു ചെറുപ്പം മുതൽ 8-9 വയസ്സ് മുതൽ എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ എനിക്കുള്ളതാണ്. ഇപ്പൊ വയസ്സ് എത്രയായി? ഇപ്പൊ 50 വയസ്സായി. 8 വയസ്സ്, ഒരു 8 വയസ്സ് മുതൽ അല്ലെങ്കിൽ 9 വയസ്സ് മുതൽ ജീവിതത്തിൽ ഈ ദാസനെ അലട്ടിയിരുന്ന രോഗപീഠയായിരുന്നു അപസ്മാരം. 50 വയസ്സായി. ഇതിന് പുറമെ എനിക്ക് പ്രമേഹ രോഗമുണ്ട്, പ്രഷറിൻ്റെ അസുഖമുണ്ട്, പ്രമേഹ കുരുക്കളും സ്ഥിരമായ തലവേദന, ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം കൂടി. എല്ലാത്തിനും പ്രാർത്ഥിച്ച് പോവാം. മകളുടെ വിവാഹം കഴിഞ്ഞതിന് നന്ദി പറഞ്ഞു പോകാമെന്ന് പറഞ്ഞ് വന്ന അന്നാണ് എനിക്ക് ഉറക്കം കിട്ടാതെ വന്നത്. അന്ന് രാത്രിയാണ് അപസ്മാരം ഉണ്ടായില്ല. അപസ്മാരം ഉണ്ടാവുന്ന എല്ലാ ഇതുകളും ഉണ്ട്. എനിക്ക് ധ്യാനത്തിന് കൂടാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഇവിടുന്ന് പോവുകയാണെന്നുള്ളൊരു അവസ്ഥയിൽ ഞാൻ ദൈവം അനുഗ്രഹിക്കുക. ഒരാളെ വിളിച്ചാൽ സാത്താൻ അയാളെ ഇട്ട് പീഡിപ്പിച്ച് ഞാൻ ഇവിടുന്ന് പോകും, ഇപ്പം പോകുമെന്ന് പറഞ്ഞ് അദ്ദേഹം പോകാൻ വേണ്ടി വിഗ്രഹിച്ചു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു, വട്ടായച്ചൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ എനിക്ക് പറ്റില്ല ധ്യാനം കൂടാനായിട്ട്, തിരിച്ചെനിക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്, എനിക്ക് അപസ്മാരം വരും ഉറപ്പാണ്. അത്രയും എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല. രാത്രി ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, തലവേദനയുണ്ട്, മുഖമൊക്കെ വിറച്ച് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്തായാലും പോയി അവിടെ കിടക്ക്, ഇപ്പോൾ ധ്യാനത്തിനൊന്നും കൂടണ്ട, പോയി അവിടെ കിടന്നിട്ട് ഉറക്കം കഴിഞ്ഞ് വന്നിട്ട് മതിയെന്ന് പറഞ്ഞു. ഞാൻ ഉറങ്ങാൻ പോയി. എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല, ഉറക്കം കിട്ടിയില്ല. അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും വന്ന് ധ്യാനത്തിന് കൂടി ഇപ്പോൾ അച്ഛൻ വിളിച്ച് എന്നെ നിർത്തി എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ആ ധ്യാനം കഴിഞ്ഞു പോകുന്നത് വരെ ഉറക്കത്തിനോ യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രാർത്ഥിക്കാനോ ഒന്നും ഉണ്ടായില്ല. ഇവിടുത്തെ പ്രാർത്ഥന ചില ആളുകൾ ഉറങ്ങണ പോലെ സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ അച്ഛൻ
ഇവിടെ വിളിച്ചു പറഞ്ഞു, ഇതിൽ പറഞ്ഞു ഒരാളുടെ അപസ്മാര രോഗം മാറിയെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ ചുരുക്കി പറഞ്ഞ എങ്ങനെയാണ്, 89 വയസ്സ് തൊട്ട് ഈ ദാസന് ഉള്ളൊരു പ്രയാസമാണ് അപസ്മാരം. 2007 നവംബറിൽ ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ വെച്ച് കർത്താവ് ഒരു മെസ്സേജ് തന്നു, ഇതാ അപസ്മാര എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ആരാധനയുടെ സമയത്ത് കർത്താവ് പരിശുദ്ധാത്മാവിൽ ഒരു വെളിപ്പെടുത്തൽ നൽകി. അപസ്മാര രോഗപീഠയുള്ളൊരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ആ ധ്യാനത്തിന് ശേഷം ഇന്ന് വരെ ആ വ്യക്തിക്ക് അപസ്മാരത്തിൻ്റെ രോഗം ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ അത് ഉണ്ടാകാനുള്ളൊരു ലക്ഷണം പോലെയൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് പരിശുദ്ധാത്മ ഒരു ബോധ്യം കൊടുത്ത് വ്യക്തമായി ദൈവജനത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുക, അപ്പോൾ അത് വിട്ടുമാറുമെന്ന്. ആ ഒരു ബോധ്യപ്രകാരമാണ് ഇപ്പോൾ ഈ ചേട്ടൻ അന്തോണി എന്ന് പറയുന്ന ചേട്ടൻ ഇപ്പോൾ ദൈവത്തിൻ്റെ സഭയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ലിസി, എൻ്റെ വീട് തൃശ്ശൂർ. എനിക്ക് 2 വർഷം മുൻപ് ഹാർട്ടിന് വാൽവ് ചുരുങ്ങുന്ന അസുഖമായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വാൽവ് മാറ്റി വെക്കണമെന്ന്. ഹാർട്ടിൻ്റെ വാൽവ് ചുരുങ്ങുന്ന അസുഖം ഡോക്ടറെ കാണിച്ചപ്പോൾ വാൽവ് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. വാൽവ് മാറ്റി വെക്കാനായിട്ട് 2 ലക്ഷം രൂപയോളം വരുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോൾ ഓപ്പറേഷത്തിന് പോണതിന് മുന്നേ ഇവിടെ വന്ന് ഞങ്ങൾ ധ്യാനം കൂടുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരുന്നു. ധ്യാനം കഴിഞ്ഞിട്ട് നവംബറിൽ ഓപ്പറേഷൻ നിശ്ചയിച്ചു. ഓപ്പറേഷത്തിന് പോയപ്പോൾ ഓപ്പറേഷൻ ചെയ്യണ്ട, അതിന് പകരം ബലൂൺ സർജറി ചെയ്താൽ മതി, ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ ബലൂൺ സർജറിയോടെ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞ് ബലൂൺ സർജറി ചെയ്തു. ബലൂൺ സർജറി ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. നവംബർ 25-ാം തീയതി എനിക്ക് ബലൂൺ സർജറി ചെയ്ത് കർത്താവ് സൗഖ്യം തന്നു. പ്രൈസ് ദി ലോർഡ്. വലിയൊരു ഓപ്പറേഷൻ വേണ്ടിയിരുന്ന രോഗപീഠയായിരുന്നു ഹാർട്ടിൻ്റെ വാൽവ് ചുരുങ്ങുന്ന അസുഖം. അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിച്ച് ധ്യാനം കഴിഞ്ഞ് ചെന്നപ്പോൾ ആ ഓപ്പറേഷൻ വാൽവ് ഒന്ന് മാറ്റി വെക്കേണ്ട, ഓപ്പറേഷൻ പ്രശ്നത്തിൽ ചെറിയൊരു ബലൂൺ സർജറി ചെയ്ത് ശരിയാക്കാമെന്ന് പറഞ്ഞത് അങ്ങനെ ശരിയാക്കി. ഓപ്പറേഷൻ ഇല്ലാതെ കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ച് കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കാം. എൻ്റെ പേര് മാത്യു ജോസഫ് എന്നാണ്. ഞാൻ കോതമംഗലത്ത് നിന്ന് പോത്താനിക്കാട് ഇടവകയിൽ നിന്ന് വരുന്നതാണ്. കോതമംഗലത്ത് നിന്നാണ് മാത്യു ജോസഫ് എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്ക് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഡിസംബർ 14-ാം തീയതി എനിക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 14-ാം തീയതി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്തു നിന്ന് സ്റ്റൂളെ കയറി നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്തു നിന്ന് ഞാൻ സ്റ്റൂൾ തന്നെ താഴെ വീണു കഴിഞ്ഞപ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിൽ നിന്ന് ഒരു ഗ്ലാസ് ഒരു തട്ടയിലിരുന്നാണ്. ആ തട്ടയെ പിടിച്ച് കഴിഞ്ഞപ്പോൾ ആ തട്ടോടുകൂടി പോകുന്നപ്പോൾ ഈ ഗ്ലാസ് നേരെ വന്ന് എൻ്റെ കാലിൻ്റെ ഈ വണ്ണയിൽ ഇവിടെ ആയിട്ട് വീണ് ഇതിങ്ങനെ വട്ടം പൊളന്നു പോയതാണ്. 2 പീസായി പോയതാണ്. ഇവിടെ ഇങ്ങനെ കാല് വട്ടം മുറിഞ്ഞു പോയി. ഇത് കുതിഞ്ഞരമ്പ് ഒരു 70% കുതിഞ്ഞരമ്പും അതുപോലെ വേറൊരു ബ്ലഡിൻ്റെ ഞരമ്പ് ഒരു 40% മുറിഞ്ഞതാണ്. മുറിഞ്ഞ ഒരാഴ്ചയോളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെച്ചായിരുന്നു. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലായിരുന്നു എറണാകുളത്ത്. അത് കഴിഞ്ഞ് ഞാനിവിടെ കഴിഞ്ഞ ഫെബ്രുവരി ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വരുന്ന സമയത്ത് ഞാനിവിടെ ചട്ടിയാണ് വന്നത്. എനിക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ കാല് ചവിട്ടി നിൽക്കാനോ അല്ലെങ്കിൽ നടക്കാനോ പറ്റില്ലായിരുന്നു. കാല് ബലം കൊടുത്ത് നിലത്ത് കുത്താൻ പറ്റാത്ത സ്ഥിതിയിലാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലെ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ ധ്യാനത്തിന് വന്നത്. അപ്പം ഞാനിവിടെ ഈ ഫ്രണ്ടിൽ ഇവിടെ ആയിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. ഈ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥലമാണത്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞെങ്കിലും എനിക്ക് അങ്ങ് പോകാറായി കഴിഞ്ഞപ്പോൾ ആ സമയത്താണെങ്കിലും എനിക്ക് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ എല്ലാവർക്കും ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ ഇന്ന ആൾക്ക് ഇത്ര ആർക്ക് ഇങ്ങനെ ഓരോ അസുഖങ്ങൾ ഭേദമാക്കി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ദൈവമേ ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് എൻ്റെ കാല് ഇങ്ങനെ നടക്കാനും പറ്റണില്ല? ഇതാണല്ലോ നടക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല വന്നതിനേക്കാൾ വേദന കൂടുതൽ വൈകുന്നേരമായപ്പോൾ കൂടുതലുമായി. അത് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ എല്ലാവരും ഏകദേശം പ്രാർത്ഥനയൊക്കെ തീരാറായ സമയം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, കുറേ ആൾക്കാർക്ക് പോകുന്ന വഴിക്ക് രോഗസൗഖ്യം കർത്താവ് യേശുക്ക് രോഗസൗഖ്യം നൽകുമെന്നും പറഞ്ഞു. അപ്പം ഞാനും അത് പോയി, ചിലപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കൊടുത്ത് ഞാനും ഉണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിവിടുന്ന് പോയത്. എന്തായാലും
ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു ചെറിയ വാക്ക് അത് വിശ്വസിച്ച് കുട്ടി നടക്കണതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് വന്നതിനേക്കാളും നല്ല രീതിയിലാണ് ഞാൻ തിരിച്ച് നടന്നങ്ങ് പോയത്. കാല് അത്ഭുതകരമായി സൗഖ്യപ്പെട്ടു. കാലിങ്ങനെ ഒരു 70% മുറിഞ്ഞ് തൂങ്ങിപ്പോയ കാലാണത്. അതാണ് ഇതുപോലെ പൂർണ്ണ സൗഖ്യത്തിൽ എത്തി നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആദ്യ വെള്ളിച്ചതുപോലെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് കാല് നിലത്ത് കുത്താൻ പറ്റില്ലായിരുന്നു. അങ്ങനെയുള്ള വ്യക്തിയാണ് ഇത് ഇപ്പോൾ സുഖമായിട്ട് പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ഈ നിമിഷങ്ങളിൽ നമ്മളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമൂഹത്തിൽ ഇതുപോലുള്ള വളരെ ഗുരുതരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദൈവമക്കൾ, ദുർപീഡകൾ അനുഭവിക്കുന്ന ദൈവമക്കൾ, അവരിൽ നിന്ന് ദുർപീഡകൾ വിട്ടുപോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ നന്മകൾ കൊണ്ട് നമ്മൾ അനുഗ്രഹിച്ച് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വിശ്വസിക്കണം, ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിക്കണം. ദിനവൃത്താന്ത 2-ാം പുസ്തകം 20-ാം അധ്യായം 20-ാം തിരുലിഖിതം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കൾ ആഗ്രഹത്തോടെ ഇങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അഗ്നി അഭിഷേകം അയക്കണമേ, അഗ്നി അഭിഷേകം അയക്കണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയുടെ ആത്മാവിനെ നിറയ്ക്കണമേ, ആത്മാവിനാൽ നിറയ്ക്കണമേ. അങ്ങയുടെ ആത്മാവിനാൽ അങ്ങയുടെ ആത്മാവിനാൽ രോഗങ്ങളും ക്ഷീണങ്ങളും വിട്ടുമാറി പോകട്ടെ, രോഗങ്ങളും ക്ഷീണങ്ങളും വിട്ടുമാറി പോകട്ടെ, ശാപങ്ങളും ബന്ധനങ്ങളും നീങ്ങി പോകട്ടെ, ശാപങ്ങളും ബന്ധനങ്ങളും നീങ്ങി പോകട്ടെ. അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ, അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ പൈശാചിക പീഡകൾ ഒഴിഞ്ഞു പോകട്ടെ, പൈശാചിക പീഡകൾ ഒഴിഞ്ഞു പോകട്ടെ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവാനുഭവം കൊണ്ട് നിറയാനും ദൈവാനുഭവം കൊണ്ട് നിറയാനും ഈ ദൈവമക്കൾക്ക് വ്യക്തമായ ദൈവിക ഇടപെടലുകൾ നൽകണമേ, വ്യക്തമായ ദൈവിക ഇടപെടലുകൾ നൽകണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 മനസ്സ് തുറന്ന് എല്ലാവരും സ്തുതിക്കുക. ഹല്ലേലൂയ 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 ആഗ്രഹത്തോടെ സ്തുതിക്കുക, ആഗ്രഹത്തോടെ സ്തുതിക്കുക. ആത്മീയ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ആത്മാവിൽ അഭിഷേകം, സ്വർഗീയ അഭിഷേകം ഇപ്പോൾ കത്തിപ്പടരട്ടെ. അഭിഷേകം, അഗ്നിയിലഭിഷേകം, കരങ്ങളടിച്ച് വിശുദ്ധിയിൽ അഭിഷേകം, പവർ പവർ ദാസരിലേഖനമേ, ഉണർവോടെ കൈകടിച്ച് അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖനമേ, ശക്തിയിൽ അഭിഷേകം, കരങ്ങൾ ഉയർത്തിയടിക്കുന്നു. അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖനമേ, യേശുനാഥന്റെ വാഗ്ദാനമേ, ദൈവിക ചൈതന്യമേ, വിശ്വസിച്ച് വിശ്വസിച്ച് യേശുനാഥന്റെ വാഗ്ദാനമേ, പരിശുദ്ധാത്മാവേ, ദൈവിക ചൈതന്യമേ, ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ, ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ, ഇടത്തോട്ട് വലത്തോട്ട് അനങ്ങി ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വ്യാപരിക്കട്ടെ, വിശുദ്ധിയിൽ അഭിഷേകം, വ്യാപരിക്കട്ടെ. ദാസരിലേഖനമേ. എല്ലാ ദൈവമക്കളും ഇടത്തോട്ടും വലത്തോട്ടും കാലുകൾ മാറ്റി മാറ്റി ഒന്ന് ചവിട്ടി ഇടതും വലതുള്ളവരൊക്കെ നോക്കി ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. വിടുതലിന്റെ അഭിഷേകം, ആത്മാവിന്റെ അഭിഷേകം, ശക്തിയുടെ അഭിഷേകം. ഏലിയായി നിറഞ്ഞവനേ, ഏലിശായി കവിഞ്ഞവനേ, സ്വർഗീയ വാഗ്ദാനം ചൈതന്യമേ, അഭിഷേകം ചെയ്യണമേ. പാടാം പാടാം.
ഏലിയായി നിറഞ്ഞവനെ ഏലിശായി കവിഞ്ഞവനെ സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ അഗ്നിയിലഭിഷേകം അഗ്നിയിലഭിഷേകം വിശുദ്ധിയിലഭിഷേകം ദാസരിലേഖനമേ ശക്തിയിലഭിഷേകം അഗ്നിയിലഭിഷേകം വിശുദ്ധിയിലഭിഷേകം ദാസരിലേഖനമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ എല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. ആത്മാവിന്റെ ഉന്നതമായ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിലുള്ള സകല ഹൃദയങ്ങളുടെ മേലെ നിറയണമേ, സകല ജീവിതങ്ങളുടെ മേലെ ആവസിക്കണമേ, സകല കുടുംബങ്ങളുടെ മേലെ നിറയണമേ, സകല വംശങ്ങളുടെ മേലെ നിറയണമേ. ഉണർവിന്റെ അഭിഷേകമായി, ശക്തിയുടെ അഭിഷേകമായി, ജ്ഞാനത്തിന്റെ അഭിഷേകമായി, സൗഖ്യത്തിന്റെ അഭിഷേകമായി ഇപ്പോൾ വ്യാപരിക്കണമേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കരങ്ങൾ ഉയർത്തി ദാഹിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് ഇടതും വലതുള്ളവർക്കെല്ലാം സ്തുതി കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ദൈവമായ കർത്താവ് നല്ലൊരു ചെറിയ ദൈവാനുഗ്രഹത്തിൻ്റെ പൂർണ്ണത ഒരു കുടുംബത്തിൽ വന്ന് നിറയാനും ഒരു കുടുംബത്തിൽ തകർച്ചകൾ ആ കുടുംബത്തിൽ നീങ്ങിപ്പോകാനും വേണ്ടി ദൈവം വിശുദ്ധ ലിഖിതങ്ങൾ നൽകുന്നൊരു ദൂതനെയാണ് ഇപ്പോൾ നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഒരുപാട് പേര് പലതരത്തിലുള്ള തകർച്ചകൾ നിമിത്തം ക്ലേശിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് കണ്ണുനീർ വറ്റാതെ എപ്പോഴും കണ്ണുനീരിൽ തകരുന്ന കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ നിരവധി കുടുംബങ്ങളെ അച്ഛൻ പഠിച്ചു നോക്കിയപ്പോൾ ആ കുടുംബങ്ങളിൽ കണ്ട ഒരു പ്രത്യേകത, മാറ്റമില്ലാതെ അച്ഛൻ പഠനത്തിന് വിധേയമാക്കുക കുടുംബങ്ങളിൽ കണ്ട ഒരു പ്രത്യേകത, ആ കുടുംബത്തിലെ കുടുംബനാഥൻ, ആ കുടുംബത്തിലെ കുടുംബനാഥ, ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ അഹങ്കാരത്തിൻ്റെ പിടിയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ച അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വേറൊരു വാക്കി പറഞ്ഞാൽ, അച്ഛൻ 14 വർഷത്തോളം സുവിശേഷ ശുശ്രൂഷ ചെയ്ത ആ 14 വർഷത്തെ സുവിശേഷ ശുശ്രൂഷ പശ്ചാത്തലത്തിൽ നിന്ന് അച്ഛന് ഒരു കാര്യം വ്യക്തമായി പറയാൻ സാധിക്കും. ഏതൊരു വ്യക്തിയിൽ അഹങ്കാരം തലപൊക്കുന്നുവോ ആ വ്യക്തിയുടെ അഹങ്കാരത്തിൻ്റെ പിഴയായി വിലയായി കണ്ണുനീർ കുടിക്കേണ്ടി വന്നിരിക്കും. ഹല്ലേലൂയ. എവിടെ അഹങ്കാരമുണ്ടോ, അത് സ്ഥാപനത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, വ്യക്തി ജീവിതത്തിലാകട്ടെ, അഹങ്കാരമുണ്ടോ അവിടെ നിന്ന് ദൈവം ഇറങ്ങിപ്പോവുകയും ആ അഹങ്കാരത്തിൻ്റെ വില ആ കുടുംബം കൊടുക്കേണ്ടി വരികയും ചെയ്യും. അതിന് ബൈബിളിൽ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം. അവിടെ വളരെ ശക്തനായ ഒരു രാജാവിനെ ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ആ രാജാവിൻ്റെ പേരാണ് ബൽഷാസർ രാജാവ്. ബൽഷാസർ രാജാവിൻ്റെ അപ്പൻ്റെ പേരാണ് നെബുക്കദ്നാസർ. നെബുക്കദ്നാസറിൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ എന്താ മോശം? അതിൻ്റെ ഒരു പ്രത്യേക അഹങ്കാരം ഈ ബൽഷാസർ രാജാവിലുണ്ടായിരുന്നു. അവൻ്റെ അപ്പൻ ആരാണ്?
ഉറക്കെ പറ. നെബുക്കത് നാസർ എന്ന് പറഞ്ഞ ഒരു മഹാനായ ചക്രവർത്തിയാണ് അവൻ്റെ അപ്പൻ. ഈ നെബുക്കത് നാസറിൻ്റെ മോനാണ് ബൽഷാസർ. ഒരു ദിവസം ഈ ബൽഷാസർ രാജാവ് കൊട്ടാരത്തിൽ മദ്യപാനത്തിൽ പൂണ്ടിരിക്കുകയാണ്. അങ്ങനെ മദ്യപാനത്തിൽ പൂണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക നിമിഷത്തിൽ അഹങ്കാരം പൂത്തൊരയുന്ന സമയമുണ്ട്. അങ്ങനെ അഹങ്കാരം പൂത്തൊരഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ബൽഷാസർ രാജാവ് പറഞ്ഞിങ്ങനെയാണ്, തൻ്റെ സേവകന്മാരോട് പറയുകയാണ്, എൻ്റെ പിതാവ് നെബൂഖദ്നേസർ ജെറൂസലം ദേവാലയം കൊള്ള ചെയ്ത് അവിടുന്ന് കൊള്ള മുതലായി എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ആ വിശുദ്ധ പാത്രങ്ങൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരിക, ഞാൻ അതിനകത്തുനിന്ന് കുടിക്കട്ടെ എന്ന്. വിനാശകാലെ വിപരീത ബുദ്ധി, അതാണ് ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൽ 2-ാമത്തെ തിരുലിഖിതം. വീഞ്ഞു കുടിച്ച് മത്തനായപ്പോൾ രാജാവായ താനും തൻ്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും വീഞ്ഞു കുടിക്കേണ്ടതിന് തൻ്റെ പിതാവായ നെബൂഖദ്നേസർ ജെറൂസലം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ കൊണ്ടുവരാൻ അവൻ കൽപ്പിച്ചു. ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ പാത്രങ്ങളിൽ വേണം അവനും അവൻ്റെ ഭാര്യയ്ക്കും അവൻ്റെ ഉപനാരികൾക്കും കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സേവകന്മാർ ദേവാലയത്തിൽ കൊണ്ടുവന്ന ആ വിശുദ്ധ പാത്രങ്ങൾ എടുത്തുകൊണ്ട് കൊടുത്തു. ആ പാത്രത്തിൽ കുടിക്കാൻ ആരംഭിച്ചു. അതാണ് അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥ. കുടിച്ചാൽ പോരാ, വിശുദ്ധ പാത്രത്തിൽ നിന്ന് തന്നെ അവന് കുടിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ മദ്യപാനം ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ, അവൻ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതാ ഒരു വലിയ കരം അവൻ കുടിച്ചുകൊണ്ടിരുന്ന മുറിയിലേക്ക് ഇറങ്ങി വന്നു. ആ കരത്തിൻ്റെ വിരലുകൾ അവൻ കുടിച്ചുകൊണ്ടിരുന്ന ആ മുറിയുടെ ഭിത്തിയിൽ എഴുതാൻ തുടങ്ങി. എഴുതിയ വാക്കുകൾ എങ്ങനെയാണ്? മെനെ മെനെ തെഗേൽ പാർസീൻ, ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ കരം കണ്ടപ്പോൾ അവൻ്റെ മുഖം വിവർണമായി. അവൻ്റെ കാലുകൾ കാറ്റത്ത് ആലില അടിക്കുന്നത് പോലെ കടന്നടിച്ച്, അവൻ്റെ കണ്ണുകൾ തുറിച്ച്, അവൻ ഭയചകിതനായി. അവൻ ഉടനെ പറഞ്ഞൊരു കാര്യം, രാജാവ് വിവർണനായി, അവൻ ചിന്താധീനമായി, കൈകാലുകൾ കുഴയുകയും കാൽമുട്ടുകൾ കൂട്ടിയിടിക്കുകയും ചെയ്തു. ഉടനെ അവൻ രാജ്യത്തുള്ള ആഭിചാരകന്മാരെയും മന്ത്രവാദികളെയും വിളിച്ച് ഈ എഴുതിയിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ച്, ആ കാലത്തായ നാട്ടിൽ ആർക്കും അത് വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദാനിയേൽ എന്ന ദൈവാത്മാവുള്ള ഒരു ദൈവ പൈതലിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ദാനിയേൽ ദൈവത്തിൻ്റെ തെളിഞ്ഞ ആത്മാവ് നിറഞ്ഞ പൈതലായിരുന്നു. ദൈവത്തിൻ്റെ തെളിഞ്ഞ ആത്മാവ് നിറഞ്ഞ പൈതൽ ഈ അക്ഷരങ്ങൾ കണ്ട ഉടനെ തന്നെ രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഇത് രാജ്യത്തിന് വേണ്ടിയുള്ള സന്ദേശമല്ല, ഇത് രാജാവിന് വേണ്ടി തന്നിരിക്കുന്ന സന്ദേശമാണ്. ഉടനെ രാജാവിന് ആഗ്രഹമായി, എന്ത് സന്ദേശമാണ് നമ്മളെക്കുറിച്ച് പറയാനുള്ളത്? ദൈവത്തിന് എന്ത് സന്ദേശമാണ് നമ്മളെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്, രാജാവ് പറഞ്ഞു. ഉടനെ ദാനിയേൽ ആ ലിഖിതങ്ങൾ വായിച്ച് ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുത്തു. നിന്റെ ജീവനെയും നിന്റെ മാർഗങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവത്തെ നീ ആദരിച്ചില്ല, അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം നിനക്ക് വേണ്ടി ഇത് എഴുതിയിരിക്കുന്നു. ആ ലിഖിതം ഇതാണ്, മെനെ മെനെ തെഗേൽ പാർസീൻ. ഇതാണ് അർത്ഥം. മെനെ എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും നിന്റെ രാജ്യത്തിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ബിസിനസ് ആകട്ടെ, അത് എസ്റ്റേറ്റ് ആകട്ടെ, അത് ജോലിയാകട്ടെ, അത് എന്തു തന്നെ ആകട്ടെ, നിന്റെ സാമ്രാജ്യത്തിൻ്റെ നിന്റെ വാഴ്ചയുടെ നാളുകൾ എണ്ണുകയും അന്ത്യം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. കുറിക്കുകയും 27-ാമത്തെ വാക്യം, തെഗേൽ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം, നിന്നെ തുലാസിൽ തൂക്കി കുറ്റമുള്ളവനായി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അടുത്ത വാക്യം 28, പെരസ്, നിന്റെ രാജ്യം വിഭജിച്ച് മേദിയക്കാർക്കും പേർഷ്യക്കാർക്കുമായി ഇതാ ഞാൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ചിന്തിച്ചു നോക്കുക, ഇപ്പോൾ രാജ്യവും ഭരണവും എല്ലാം ഈ ബെൽഷാസറിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്.
പക്ഷെ ദൈവം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇതാ നിന്റെ രാജ്യം വിഭജിച്ച് മേദിയക്കാർക്കും പേർഷ്യക്കാർക്കും ഞാൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. രാജ്യവും സമ്പത്തും നൽകുന്നതും എടുക്കുന്നതും ദൈവം തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ബെൽഷാസർ രാജാവിൻ്റെ അഹങ്കാരത്തിൻ്റെ കൊമ്പൊടിഞ്ഞ്, ബെൽഷാസർ രാജാവിൻ്റെ അഹങ്കാരത്തിൻ്റെ ആ ഊറ്റം നിലച്ച്, അവൻ്റെ ശരീരത്തിൻ്റെ ശക്തി ക്ഷയിച്ച്, അവൻ ദുർബലനായി, അവൻ്റെ മനസ്സിൻ്റെ ബലം പോയി, അവൻ കൂടാത്തതുപോലെ എല്ലാം കുഴഞ്ഞു മറിഞ്ഞ്. ഹല്ലേലൂയ. ആ വചനങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു വലിയ കരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ കുടിച്ചുകൊണ്ടിരുന്ന ആ മുറിയുടെ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, നമ്മൾ എവിടെ ഇരുന്നാണോ അഹങ്കാരത്തിൻ്റെ പാപം ചെയ്യണത് അവിടെ തന്നെ നമുക്ക് വേണ്ടിയുള്ള വിധിവാചകം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ ബെൽഷാസറിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രഖ്യാപനം എങ്ങനെയാണ്? ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അന്ത്യം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ ദൈവം നിന്നെ തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജ്യം വിഭജിച്ച് മേദിയക്കാർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. ഇത് അച്ഛന് കൂടുതൽ മനസ്സിലായത് വേറൊരു വ്യക്തിയുടെ അനുഭവത്തിൽ നിന്നാണ്. ആ വ്യക്തി വലിയ 10-26 വർഷം വിദേശ രാജ്യത്ത് ജോലി ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ ജോലി ചെയ്ത വ്യക്തി 3 പെൺകുട്ടികളെ കെട്ടിക്കാൻ പറ്റാതെ വിഷമിച്ച് നടക്കുന്ന സമയത്താണ് ഞാൻ കണ്ടത്. മൂത്ത കുട്ടിക്ക് 10-38 വയസ്സായി, രണ്ടാമത്തെ കുട്ടിക്ക് 10-35 വയസ്സായി, മൂന്നാമത്തെ കുട്ടിക്ക് 10-32 വയസ്സായി, 3 പെൺകുട്ടികൾ. അപ്പോൾ മൂത്ത കുട്ടീനെ പോലും കെട്ടിക്കാൻ നിവൃത്തിയില്ലാതെ അങ്ങനെ അലഞ്ഞു നടക്കുന്ന സമയത്താണ് എൻ്റെ ശ്രദ്ധയപ്പെട്ടത്. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ 26 വർഷം ബഹ്റിനിൽ ജോലി ചെയ്തിട്ട് ഭാര്യയും ഭർത്താവും ലക്ഷക്കണക്കിന് ശമ്പളമുള്ള ജോലി ചെയ്തിട്ട് ഇപ്പം ഒരാളെ പോലും കെട്ടിക്കാൻ നിവൃത്തിയില്ലാത്ത വിധം ഇങ്ങനെ തകർന്നു പോയത് എങ്ങനെയാണ്? അപ്പോൾ ഭാര്യ പറഞ്ഞു, ചോദിക്കച്ചാ, ഞാൻ അല്ലെങ്കിലും പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്? ഈ കേരളത്തിൽ നല്ല ദൈവവിശ്വാസവും നല്ല പ്രാർത്ഥനയും കൊന്തയും വിശുദ്ധ കുർബാനയ്ക്ക് ഉണ്ടായിരുന്ന കുടുംബമായിരുന്നു. അങ്ങനെ ഭാര്യയ്ക്കും ഭർത്താവും ബഹ്റിനിൽ ജോലി കിട്ടി. അവിടെ ചെന്ന് ഇവരുടെ കൊന്തയും പ്രാർത്ഥനയും ദൈവഭക്തിയും ദൈവാരാധനയും എല്ലാം ഉള്ളത് കൊണ്ട് അടിക്കടി ഇവർക്ക് ഉയർച്ചയുണ്ടായി. അങ്ങനെ ലക്ഷക്കണക്കിന് ശമ്പളമുള്ള GM ജനറൽ മാനേജർ പോസ്റ്റിലേക്ക് ഭർത്താവിനെ ഉയർത്തി. അങ്ങനെ 5-6 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് ഇടയ്ക്ക് ഒരു മദ്യക്കുപ്പി കൊടുത്തിട്ട് ഓരോ പെഗ് വീതം കുടിച്ചിട്ട് മിണ്ടാതെ കിടക്കാൻ തുടങ്ങി. കുഴപ്പമുണ്ടോ? ഓരോ പെഗ് കണ്ടമാനൊന്നും കുടിക്കുന്നില്ല, എന്നിട്ട് മിണ്ടാതെ കിടക്കാൻ തുടങ്ങി. ഭാര്യ എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും അത് അങ്ങനെ കടിച്ചമർത്തി അങ്ങനെ നിന്ന്. പിന്നെ അത് കൂടി സന്ധ്യാപ്രാർത്ഥന ഇല്ലാതെ ആ സമയം മുഴുവൻ കുടിയായി. പിന്നെ അത് കൂടി വൈകുന്നേരം ആകുമ്പം കുറേ ആളുകൾ വീട്ടിൽ വന്ന് കുടിക്കാൻ തുടങ്ങി. സന്ധ്യാപ്രാർത്ഥന നിന്നെന്ന് മാത്രമല്ല, ബൈബിൾ വായന നിന്നെന്ന് മാത്രമല്ല, കുടിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുവന്ന് കുടിച്ച് കുടിമേളങ്ങളായി മാറി സായാഹ്ന പ്രാർത്ഥനയുടെ സമയങ്ങൾ. അപ്പോൾ ഭാര്യ പറഞ്ഞു, ചേട്ടാ നമ്മളിങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്ക് 3 പെൺമക്കളില്ലേ. ഉടനെ അയാൾ അഹങ്കാരം പറഞ്ഞു. അയാൾ പറഞ്ഞു എങ്ങനെയാണ്? 3 പെൺമക്കളാണെങ്കിൽ എന്താടി, നമ്മൾ വേണമെങ്കിൽ ഒറ്റ അടിക്ക് 3 കെട്ടിച്ചു വിടുമെന്ന് പറഞ്ഞ്. കാരണം ഈ പെൺമക്കളുടെ പേരിൽ ഒരാളുടെ പേര് 200 പവൻ ലോക്കറി വെച്ചിട്ടുണ്ട്, വേറൊരു കുട്ടിയുടെ പേര് 150 പവൻ ലോക്കറി വെച്ചിട്ടുണ്ട്, മൂന്നാമത്തെ കുട്ടിയുടെ 100 പവൻ ലോക്കറി വെച്ചിട്ടുണ്ട്, പിന്നെ കുറേ പൈസ വേറെയുണ്ട്, പണം കുറേ ഉണ്ട്. അതുകൊണ്ട് ആ അഹങ്കാരത്തിൽ പറഞ്ഞു, 3 പെൺമക്കളാണെങ്കിൽ എന്താ, ഞാൻ ഒറ്റയടിക്ക് 3 ഒരേ സ്റ്റേജ് വെച്ച് കെട്ടിച്ചു വിടുമെന്ന് പറഞ്ഞു. ഞാൻ സമ്പാദിച്ചിട്ടാ കുടിക്കണം, അല്ലാതെ വെറുതെ ഒന്നുമല്ല, ഞാൻ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടാ കുടിക്കണമെന്ന് പറഞ്ഞ അഹങ്കാരം പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, നമ്മൾ വന്ന വഴികൾ ഓർക്കണം, നമ്മൾ സന്ധ്യാപ്രാർത്ഥന മുടക്കാൻ പാടില്ല, കൊന്ത മുടക്കാൻ പാടില്ല, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമായിരുന്നു, പ്രാർത്ഥന നിന്നുപോയി. ആ അഹങ്കാരിക്ക് അതൊന്നും കേട്ടില്ല. എന്തായി? കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ആ കമ്പനി വലിയൊരു പ്രശ്നമുണ്ടായി. കോടിക്കണക്കിന് ഉറുപ്പികയുടെ തിരിമറിയുടെ പ്രശ്നമാണ്. അത് വലിയൊരു ഫ്രോഡ്, ഒരു വലിയ ചതി കമ്പനി കണ്ടെത്തി. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും യഥാർത്ഥ കുറ്റവാളികൾ ഏറ്റെടുക്കാതെ വന്നപ്പോൾ ഈ GMൻ്റെ തലയിലായി. GM അറിയാതെ ഇത് നടക്കില്ല, ഒത്താശയോടെ ചെയ്തതാണെന്ന് പറഞ്ഞ് നിരപരാധിയാണെങ്കിലും ചെയ്യാത്ത കുറ്റത്തിന് ഇയാളുടെ മേൽ കുറ്റം ചുമത്തപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അയാളുടെ മുഴുവൻ സ്വത്തും കമ്പനി പിടിച്ചെടുത്ത് പോലീസിൻ്റെ സഹായത്തോടെ, ഗവൺമെൻറ് ഉത്തരവോടുകൂടെ മുഴുവൻ സമ്പത്തും അയാളെ ഡീപ്പോർട്ട് ചെയ്ത് കേരളത്തിലേക്ക് വിട്ട് വെറും കൈയോടെ. അയാളും 3 മക്കളും ഭാര്യയും കൂടെ കൂടി കേരളത്തിലേക്ക് നാട് കടത്തപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. 26 വർഷം ജോലി ചെയ്തിട്ട് ഒന്നുമില്ലാതെ ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടവനായി ഇനി തിരിച്ച് ആ നാട്ടിൽ കയറാൻ പാടില്ലാത്ത വിധം പാസ്പോർട്ടിലൊക്കെ സീലടിച്ചിട്ട് അയാളെ നാട് കടത്തി ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വിട്ട്. ഇന്ന് മൂത്ത കുട്ടിയുടെ കല്യാണം പോലും നടത്താൻ നിവൃത്തിയില്ലാതെ അദ്ദേഹം അലഞ്ഞ് നടക്കുന്നുണ്ട് കേരളത്തിൽ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ 12-13 തിരുലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അഹങ്കാരപൂർവ്വം സംസാരിച്ച് പാപം ചെയ്യരുത്. തൻ്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിൻ്റെ സ്രഷ്ടാവിനെ ഈ കാര്യത്തിന് വേണ്ടി സ്തുതിക്കുക. അഹങ്കാരപൂർവ്വം സംസാരിച്ച് നീ പാപം ചെയ്യരുത്. തൻ്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിൻ്റെ ദൈവത്തെ ഈ കാര്യത്തിന് നീ സ്തുതിക്കുക. നിനക്ക് ബുദ്ധി കിട്ടിയിട്ടുണ്ടോ? അതിനോർത്തും ദൈവത്തെ സ്തുതിക്കണം. നിനക്ക് ആരോഗ്യം കിട്ടിയിട്ടുണ്ടോ? അതിനോർത്ത് ദൈവത്തെ സ്തുതിക്കണം. നിനക്ക് സമ്പത്തും ജോലിയും ഉണ്ടോ? അതിനോർത്ത് ദൈവത്തെ സ്തുതിക്കണം. നിനക്ക് വീടും മക്കളും ഉണ്ടോ? അതിനോർത്ത് ദൈവത്തെ സ്തുതിക്കണം. നിനക്ക് സ്ഥാനവും പദവിയും അധികാരവും ഉണ്ടോ? അതിനോർത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. അല്ലാതെ ദൈവത്തിൻ്റെ ദാനങ്ങൾ കൊണ്ട് ദൈവം നിന്നെ അലങ്കരിക്കുമ്പോൾ നീ ഞെളിഞ്ഞ് എല്ലാം മറന്ന് നീ ബഹളി പിടിച്ച് മത്ത് പിടിച്ച് അഹങ്കാരം കാണിക്കേണ്ട സമയമല്ല. ദൈവം തൻ്റെ ദാനങ്ങൾ കൊണ്ട് നിങ്ങളെ സമ്പന്നമാക്കണം, അലങ്കരിക്കുന്ന സമയങ്ങളും മണിക്കൂറുകളും കാലങ്ങളും വർഷങ്ങളും. എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് എൻ്റെ വീട്ടിൽ തകർച്ചയുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്നലത്തെ അഹങ്കാരം കൊണ്ടുവന്ന കണ്ണുനീരായിരിക്കാം അത്. ഇല്ലെങ്കിൽ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ നാളെ കണ്ണുനീർ എൻ്റെ കുടുംബത്തിൽ പെയ്തിറങ്ങും എന്ന് മറക്കരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരങ്ങൾ കൂപ്പിപ്പിടിക്കാം, കണ്ണുകൾ അടച്ചു പിടിക്കാം. ഗാനം ആലപിക്കുമ്പോൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയത്തിൽ ഒന്ന് ചിന്തിക്കുക ഒരു നിമിഷം, ഈ യാത്ര എങ്ങോട്ടാണ്? ഈ അവസ്ഥ ഇപ്പം എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്താ? ഈ നിമിഷങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഓരോ കുറവിനെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഈ നോമ്പ് കാലത്ത് എൻ്റെ ഏറ്റവും വലിയ ഉപവാസമായി ഞാൻ ഏറ്റെടുക്കുന്നത് എൻ്റെ അഹങ്കാരത്തിൻ്റെ വേര് പറിച്ചു കളയണം. ധാർഷ്ട്യം, ആർക്കും വിധേയപ്പെടാത്ത എൻ്റെ പ്രകൃതം, എല്ലാ കാര്യത്തിനെക്കുറിച്ചും നെഗളിക്കുന്ന എൻ്റെ പ്രകൃതം. എൻ്റെ ദൈവമേ, ബഹളി പൂണ്ട് മത്ത് പിടിച്ച് കൊമ്പൂലേക്ക് നടക്കുന്ന ഒരു കൊമ്പനാനെ പോലെയുള്ള എൻ്റെ സ്വഭാവം അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം പോലെ ആക്കി തരണം കർത്താവേ. ഒരു അടക്കവും ഒതുക്കമുള്ള ഒരു അഭിഷേകത്തിൻ്റെ ജീവിതം എനിക്ക് തരണം. കരങ്ങൾ കൂപ്പി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അഹങ്കാരമോടെ ഞാൻ നടന്നു, ആസക്തിയാലേ ഞാൻ വലഞ്ഞു. അഹങ്കാരമോടെ ഞാൻ നടന്നു, ആസക്തിയാലേ ഞാൻ വലഞ്ഞു. അലിവോടെ എന്നെ ഒന്നു തൊട്ടാ, അനുതാപമോടെ ഉള്ളൊരുകും. കർത്താവേ, മാമകമാനസം ഉരുകും. ദൈവമേ, ദൈവമേ കനിയൂ കരയാനെനിക്കൊരു കരളേകുന്ന. കരങ്ങൾ ഉയർത്തി കഴുകിടുവാ എളിമപ്പെട്ട് വരമേകുനാഥ, കൃപയേകുനാഥ, അനുതാപ പൂരിതനാഗ. എല്ലാവരും ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് രക്ഷിതാവായ യേശുവിനെ വിളിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിക്കുക. മനസ്സിൻ്റെ അഹങ്കാരങ്ങൾ, ഹൃദയത്തിൻ്റെ അഹങ്കാരങ്ങൾ, ആത്മാവിൻ്റെ മേഖലയിലുള്ള ധാർഷ്ട്യ സ്വഭാവങ്ങൾ, ഓ കർത്താവേ, അവിടുത്തെ തിരുരക്തം കൊണ്ട് കഴുകണമേ, അവിടെ തന്നെ സ്പർശിക്കണമേ കർത്താവേ. കാര്യങ്ങൾ ഉയർത്തി യേശുവിനെ ഉറക്കെ വിളിക്കുന്നു. സ്വരമുയർത്തി വിളിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷം ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. നമ്മുടെ രൂപതയുടെ അഭിമന്യ പിതാവ് ഇന്ന് ഈ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ
ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ നമ്മുടെ മധ്യത്തിലേക്ക് വന്ന് നമ്മളെ അഭിസംബോധന ചെയ്ത് നമ്മളോട് ദൈവിക ദൂതുകൾ വെളിപ്പെടുത്തി തരുന്നു എന്നുള്ളത്. പ്രൈസ് ദ ലോർഡ്. ഈ രൂപതയെ സംബന്ധിച്ചിടത്തോളം രൂപത ഏറ്റവും അധികം അഭിമാനം കൊള്ളുന്നൊരു വിഷയമാണ്. ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളെ അങ്ങേയറ്റം ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും ദൈവ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ ത്യാഗപൂർണമായും അച്ഛന്മാരെ സ്നേഹിച്ച് വളർത്തിയൊക്കെ ഈ ആത്മീയ ശുശ്രൂഷകളെയും ദൈവജനത്തിൻ്റെ ആത്മീയ കാര്യങ്ങളെയൊക്കെ സ്നേഹപൂർവ്വം തൻ്റെ ഹൃദയത്തിൽ താലോലിച്ച് സ്നേഹിച്ച് വളർത്തുന്ന പിതാവ്. നമുക്ക് കരങ്ങളടിച്ച് പിതാവിനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. പാലക്കാട് രൂപതയുടെ അഭിമന്യ പിതാവിൻ്റെ പേരാണ് മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ്. നിങ്ങൾക്ക് പലർക്കും പല രൂപതകളിൽ നിന്നായതുകൊണ്ട് അഭിമന്യ പിതാവിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് നേരത്തെ പരിചയം പേര് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. അച്ഛൻ പേര് ഒന്നും കൂടെ പറയണം. കാരണം അച്ഛൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും സഖീവൻ ധ്യാനകത്തിൻ്റെ പ്രാർത്ഥന എപ്പോഴും പറയുന്ന പേരാണ്. അതുകൊണ്ട് നിങ്ങളിത് പഠിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയെന്ന് പറയണം. അഭിമന്യ പിതാവ് മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സഖീവൻ ധ്യാന കേന്ദ്രത്തിൽ ഈ അഭിഷേകങ്ങൾ അച്ഛൻ എവിടെ ചെല്ലുമ്പോഴും എല്ലാ സ്ഥലത്തു നിന്ന് ആളുകൾ പറയണത് ഞങ്ങൾ സഖീവൻ ധ്യാനത്തിൽ വരുന്നുണ്ട്, അവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു അഭിഷേകം കിട്ടുന്നുണ്ട് എന്ന ആളുകൾ എന്നോട് സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ദൈവസ്ഥനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എപ്പോഴും എനിക്ക് വെളിപ്പെടുത്തുന്ന കാര്യമുണ്ട്. അത് രൂപതയുടെ അധിപനായ അഭിമന്യ പിതാവ് മാർ ജേക്കബ് മനത്തോടത്ത് പിതാവിനോട് ഈശോയ്ക്കുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ടും പരിശുദ്ധ മാതാവിനുള്ള പ്രത്യേക ഒരു സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് പിതാവ് തുടങ്ങുന്ന എല്ലാ ആത്മീയ കാര്യങ്ങളെ ദൈവം ബ്ലെസ് ചെയ്ത് ആശീർവദിച്ച് അഭിഷേകം ചെയ്യുന്നതായിട്ടാണ് ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് അഭിമന്യ പിതാവിനെ ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് നൽകിയതിനെ ഓർത്ത് നമുക്ക് വലിയ സന്തോഷത്തിലും അഭിമാനത്തോടും കൂടെ രണ്ട് കരങ്ങൾ ഉയർത്തി പിതാവായ ദൈവത്തിനും സ്വർഗത്തിലെ നമ്മുടെ വിശുദ്ധന്മാരെല്ലാം നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തി എന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മട്ടായി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ സഹ്യോൻ ധ്യാന കേന്ദ്രം പാലക്കാട് രൂപതയുടെ സ്വന്തമായ ഒരു ധ്യാന കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ രൂപത അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഈ ധ്യാന കേന്ദ്രത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി മറ്റ് രൂപതകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവരായ നിങ്ങളെ എല്ലാവരെയും രൂപത അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം അല്പം വൈകിയാണെങ്കിലും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും വളരെയേറെ പ്രതീക്ഷകളോടുകൂടി പ്രത്യാശയോടുകൂടി ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച് ദൂരസ്ഥലത്ത് നിന്ന് ഉറക്കം വിളിച്ച് നിങ്ങളിൽ പലരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സഹ്യോൻ ധ്യാന കേന്ദ്രം കൃപാവരത്തിൻ്റെ ഒരു നീർച്ചാലായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. കൃപാവരത്തിൻ്റെ സിംഹാസനമെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല, വിശേഷിപ്പിക്കാൻ സാധിക്കുകയുമില്ല. എന്നാൽ ദൈവം ഇതിനെ തൻ്റെ കൃപ വളരെയേറെ പേരിലേക്ക് വർഷിക്കുന്ന ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കതറിയാവുന്നത് കൊണ്ട് തന്നെയാണ്, അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും ഇന്നത്തെ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ശുശ്രൂഷ വഴിയായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കരുണയും കൃപാവരവും സമർത്ഥമായി ലഭിക്കുവാൻ ഇടയാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നത്. ഈ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട മട്ടായിച്ചനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും എല്ലാ ആത്മായ ശുശ്രൂഷകരെയും നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നവരായ എല്ലാവരെയും ഈ അവസരത്തിൽ കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്.
നമ്മുടെ ശുശ്രൂഷയെ തുടർന്നും കർത്താവ് അനുഗ്രഹിക്കട്ടെ, തുടർന്നും ഫലപ്രദമാക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത്. ഞാൻ അല്പസമയം നേരത്തെ ഇവിടെ എത്തിച്ചേർന്നതുകൊണ്ട് വളരെ അകലെ ഇരുന്നു കൊണ്ടാണെങ്കിൽ പോലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, ബഹുമാനപ്പെട്ട വട്ടായിച്ചൻ്റെ പ്രഘോഷണം, ഇവിടെ വളരെയേറെ പേർക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഇതേപ്പറ്റിയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുണ്ടായി. തുടർന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് സാധിച്ചു തരട്ടെ. അവിടത്തേക്ക് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ദൈവം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുവാൻ ഇടയാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്നെ വളരെയേറെ ചിന്തിപ്പിച്ച ഒരു സംഭവമാണ്. ഞാൻ ഒരിടവകയിൽ വികാരിയായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ ഒരു ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് എന്നെ സഹായിക്കുന്നതിന് വേണ്ടി കുർബാനയുടെ ശുശ്രൂഷകനായിട്ട് വർത്തിക്കുന്നതിന് വേണ്ടി വന്നിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് ജോസ് എന്ന. ഞാൻ അവിടെ നിന്ന് മാറിപ്പോന്നതിന് ശേഷം അധികം പ്രാവശ്യം എനിക്ക് അവനെ കാണാൻ സാധിച്ചിട്ടില്ല. പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അവൻ പഠിച്ച് മിടുക്കനായി ഒരു ബാങ്കിൽ അവന് ജോലി ലഭിക്കാനിടയായി എന്ന്. ജോലി ലഭിച്ചു കഴിഞ്ഞ് അവൻ വിവാഹിതനായി. ദൈവത്തിൻ്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് ഒരു നല്ല പെൺകുട്ടിയെ ദൈവം അവന് ഭാര്യയായിട്ട് കൊടുത്തു. അവർക്ക് 2 മക്കളെയും ദൈവം പ്രദാനം ചെയ്തു. ആദ്യമൊക്കെ വളരെ സന്തോഷത്തോടുകൂടി അവർ കുടുംബജീവിതം നയിച്ചു. കുറച്ച് കഴിഞ്ഞ്, ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ്, അവൻ കൂട്ടുകാരുടെ കൂടെ ചെറിയ രീതിയിൽ മദ്യപാനം ആരംഭിച്ചു. ചെറിയ രീതിയിൽ ആരംഭിച്ചത് പിന്നീട് വലിയ രീതിയിലായി. അതിൻ്റെതായ അസ്വസ്ഥതകൾ കുടുംബത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങി. ഭാര്യയെ സംശയം, ഭാര്യയുമായിട്ട് പിണക്കം, കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാതെയായി. ജോലി ചെയ്യുന്ന സ്ഥലത്തെ തൻ്റെ മാനേജർമാർ തന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതി, തൻ്റെ തന്നെ സഹോദരങ്ങൾ വേണ്ടത്ര സ്നേഹത്തോടുകൂടി തന്നോട് പെരുമാറുന്നില്ല എന്നുള്ള പരാതി, എല്ലാവരും തന്നെ അവഗണിക്കുന്നു എന്നുള്ള പരാതി. മദ്യപാനത്തിൻ്റെ കൂടെ പുകവലിയും അവൻ ആരംഭിച്ചു. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് അവൻ്റെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരുന്നു. പല രോഗങ്ങൾക്കും അവൻ അടിമയായി. ഒരിക്കലൊരു മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റിലും പെടുകയുണ്ടായി. കാലൊടിഞ്ഞു. ദൈവാനുഗ്രഹം കൊണ്ട് അതുമൊക്കെ ഓപ്പറേഷൻ്റെ ഫലമായിട്ട് പൂർവ്വസ്ഥിതിയിലാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. ഞാൻ അവനെ ഒരിക്കൽ കണ്ടപ്പോൾ പഴയ ജോസ് ആയിരുന്നില്ല. അവൻ വളരെ നിരാശയിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിട്ട് അവൻ മാറിയിരുന്നു. അവൻ്റെ ദുഃഖങ്ങളെല്ലാം അവൻ എന്നോട് പങ്കുവെച്ചു. വളരെയേറെ സഹനങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടായി. ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു. പക്ഷേ ആ പ്രാർത്ഥന കൊണ്ടൊന്നും ഫലമുണ്ടായില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് സഹനങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നെന്ന് എന്നവൻ പറഞ്ഞു. ഈ അവസരങ്ങളിൽ അവൻ്റെ കൂടെ നിൽക്കുവാൻ ഭാര്യയുണ്ടായില്ല, മക്കളുണ്ടായില്ല, സഹോദരങ്ങളുണ്ടായില്ല, ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള പരാതിയാണ് അവനുണ്ടായിരുന്നത്. കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ അവന് സമയം ലഭിക്കാതെയായി. വൈകി വീട്ടിലെത്തി. ഉടനെ തന്നെ എന്തെങ്കിലും കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും മാറിക്കിടന്നു. രാവിലെ എഴുന്നേറ്റ് വീണ്ടും ജോലിക്ക് പോകുന്നു. അവൻ്റെ ജോലി വേണ്ടത്ര നല്ല രീതിയിൽ ചെയ്യാൻ അവന് സാധിക്കാതെ പോയതുകൊണ്ട് അവന് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടി. അർഹിക്കുന്ന പ്രൊമോഷൻ അവന് ലഭിക്കാതെ പോയി. അതിൻ്റെ പരാതിയും ഇതെല്ലാം അവൻ എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. എങ്ങനെ അവനെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഞാൻ അവന് ഉറപ്പ് കൊടുത്തു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ എവിടെയെങ്കിലും പോയി ഒന്ന് ധ്യാനിക്കണം, ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി നീ ധ്യാനിക്കണം. അവനത് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക്
അവൻ്റെ മേലുണ്ടായിരുന്ന ആ സ്വാധീനം ഉപയോഗിച്ച് ഞാൻ പറഞ്ഞ ആ കാര്യം അവൻ ചെയ്യാമെന്ന് എന്നോട് സമ്മതിച്ചു. അവനൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനിച്ചു. അതിനുശേഷം ഞാൻ അന്വേഷിച്ചപ്പോൾ ആ ധ്യാനം വളരെ ഫലപ്രദമായി എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാനും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചു. പിന്നീട് അതേപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ അവനെ വീണ്ടും കണ്ടപ്പോൾ അവൻ തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. അവൻ്റെ മുഖം നിരാശ നിറഞ്ഞതായിരുന്നില്ല, സന്തോഷം നിറഞ്ഞ ഒരു മുഖമായിരുന്നു അത്. പഴയ ജോസായിട്ട് മാറുവാൻ അവന് സാധിച്ചിരുന്നു. അവൻ പറഞ്ഞു, പിതാവ് നിർദ്ദേശിച്ച പ്രകാരം ഞാൻ ഒരു ധ്യാനത്തിൽ സംബന്ധിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വന്നു. എങ്ങനെയാണ് പരിവർത്തനം വന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ധ്യാനം കൊണ്ട് ഫലമുണ്ടാകുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ ധ്യാനത്തിന് പോയത്. ധ്യാനത്തിന് ചെന്നു മറ്റുള്ളവരെ പോലെ എങ്ങനെയെങ്കിലും 4-5 ദിവസം അവിടെ ചെലവഴിക്കണമെന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. വലിയ പ്രതീക്ഷകളൊന്നും എനിക്കില്ലായിരുന്നു. മറ്റുള്ളവരൊക്കെ ഒരുപക്ഷെ വളരെ പ്രതീക്ഷയോടുകൂടി ആയിരുന്നിരിക്കാൻ വന്നിരുന്നത്. പക്ഷെ ഞാനെങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഈ വൈകിയ വേളയിൽ ഒരു മാനസാന്തരം സംഭവിക്കും, ഒരു പരിവർത്തനം നടക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ലായിരുന്നു. അത്രമാത്രം ഞാൻ നിരാശനായിരുന്നു. എന്നാലും പറഞ്ഞതുകൊണ്ട് ഞാൻ പോയി. ഒരു ദിവസം ടോക്ക് തരാൻ വന്ന അച്ഛൻ ടോക്ക് ആരംഭിച്ചത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചുകൊണ്ടാണ്. ദൈവത്തിൻ്റെ പരിപാലനയെപ്പറ്റി പ്രതിപാദിക്കുന്ന ആ സുവിശേഷ ഭാഗം. നിങ്ങളെന്തിനാണ് ആകുലപ്പെടുന്നത്? നിങ്ങളെന്തിനാണ് വ്യഗ്രചിത്തരാകുന്നത്? വയലിലെ പുഷ്പങ്ങളെ നോക്കുക, ആകാശത്തിലെ പറവുകളെ നോക്കുക. ദൈവം അവയെ പ്രകാരം അണിയിച്ചൊരുക്കുകയും തീറ്റിപ്പോറ്റുകയും ഒക്കെ ചെയ്യുന്നു. നിങ്ങൾ എന്ത് ധരിക്കും, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്നതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ എന്തിനാണ് ആകുലപ്പെടുന്നത്? വിജാതീയരല്ലേ ഇപ്രകാരമൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്കിതൊക്കെ ആവശ്യമാണ് എന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനറിയാം. അതിനുശേഷമുള്ള തിരുവചനം 6-ാമത്തെ അധ്യായം 33-ാമത്തെ തിരുവചനം, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അപ്പോൾ അതോടൊപ്പം ബാക്കിയുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ഈ ഒരു തിരുവചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ വൈദികൻ സംസാരിച്ചു തുടങ്ങി. ദൈവത്തിൻ്റെ പരിപാലനയെപ്പറ്റി അച്ഛൻ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എവിടെയാ ദൈവത്തിൻ്റെ പരിപാലന ഞാൻ അനുഭവിച്ചത്? ത്യാഗങ്ങൾ, സഹനങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ബുദ്ധിമുട്ടുകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായി. അതെല്ലാം മാറ്റിത്തരാനായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. എൻ്റെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറ്റിത്തരാൻ, ഭാര്യയ്ക്ക് എന്നോടുള്ള സമീപനത്തിൽ വ്യത്യാസം വരുത്താൻ, മക്കൾക്ക് എന്നോടുള്ള സമീപനത്തിൽ വ്യത്യാസം വരുത്തി കിട്ടാൻ, ഇതിനുവേണ്ടിയെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി അവർക്ക് എന്നോടുള്ള മനോഭാവത്തിൽ വ്യത്യാസം വന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ അന്നൊന്നും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. ഈ ദൈവത്തിൻ്റെ പരിപാലന എനിക്കതിൽ വിശ്വാസം തോന്നിയില്ല. പക്ഷേ ഈ തിരുവചനം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക, അപ്പോൾ അതോടൊപ്പം ബാക്കിയുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടുമെന്നുള്ള കർത്താവിൻ്റെ ആ തിരുവചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ വൈദികൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്തൊക്കെ എന്നിൽ സംഭവിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുകയായിരുന്നു. ദൈവത്തിൻ്റെ രാജ്യം, അച്ഛൻ പറഞ്ഞു, ദൈവത്തിൻ്റെ രാജ്യം നാം ഓരോരുത്തരും ദൈവഹിതം നിറവേറ്റുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം എന്നിൽ നിറവേറട്ടെ എന്നാഗ്രഹിച്ച് നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതായ ചെറുതും വലുതുമായ എല്ലാ സംഭവങ്ങളുടെയും പിന്നിൽ സ്നേഹം തന്നെയായി ദൈവമാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയെല്ലാം സ്വീകരിക്കുവാൻ
നാം ഓരോരുത്തരും തയ്യാറാകുമ്പോൾ നമ്മിൽ ദൈവത്തിൻ്റെ രാജ്യം സംജാതമാകുന്നുവെന്ന് ആ വൈദികൻ വ്യാഖ്യാനിച്ചു തരികയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുമ്പോൾ, ദൈവഹിതം പോലെ എല്ലാം എന്നിൽ നിറവേറട്ടെ എന്ന് ആഗ്രഹിക്കാൻ എനിക്ക് സാധിക്കുമ്പോൾ, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ എനിക്ക് സാധിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമൊക്കെ ദൈവം എന്നെ കൈവെടിയുന്നില്ല, ദൈവമാണ് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിലും എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി അവയെല്ലാം സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യം എന്നിൽ സംജാതമാവുകയാണ്. അതായത് പൂർണ്ണമായ ഒരു സമർപ്പണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ രാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ രാജ്യം വന്നു കഴിഞ്ഞു. കർത്താവിലാണ് ദൈവത്തിൻ്റെ രാജ്യം പൂർണ്ണമായിട്ട് വന്നത്. എവിടെ ആരെല്ലാം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുന്നുണ്ടോ, എവിടെ ആരെല്ലാം ദൈവഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ, എവിടെ ആരെല്ലാം എന്നിൽ സംഭവിക്കുന്നതെല്ലാം ദൈവമേ അങ്ങ് അറിഞ്ഞ് എനിക്ക് നൽകിയ കാര്യങ്ങളാണ്, അനുവദിച്ച കാര്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അതേപ്രതി ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ടോ, ആ വിധത്തിൽ അവയെല്ലാം സ്വീകരിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ, അവിടെയെല്ലാം ദൈവത്തിൻ്റെ രാജ്യം സംജാതമാവുകയാണ്. പരിശുദ്ധ അമ്മയിലും സംഭവിച്ചത് അതുതന്നെയാണ്. പരിശുദ്ധ അമ്മയിലെ ദൈവത്തിൻ്റെ രാജ്യം അതിൻ്റെ പൂർണ്ണതയിൽ സംജാതമായി. നിന്റെ ഹിതം പോലെ എന്നെ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചു. ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് പരിശുദ്ധ മറിയം ജീവിച്ചു. അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം, എന്തെല്ലാം വ്യാകുലങ്ങളിലൂടെ ആ അമ്മയ്ക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. വിശ്വാസത്തിൻ്റെ ഒരു തീർത്ഥയാത്രയായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതം. പക്ഷേ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ പരിപാലന അതിൻ്റെ പിന്നിലെല്ലാം ദർശിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. അതുകൊണ്ട് ഒരു പരാതിയും പറയാതെ എല്ലാറ്റിനെയും പ്രതിയും എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, എല്ലായ്പ്പോഴും ദൈവമേ നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയിലെ ദൈവത്തിൻ്റെ രാജ്യം അതിൻ്റെ പൂർണ്ണതയിൽ നിലവിൽ വന്നു. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, അങ്ങയുടെ രാജ്യം വരണമേ എന്ന്. കർത്താവിൻ്റെ രാജ്യം വന്നു കഴിഞ്ഞു, പക്ഷെ അതിൻ്റെ പൂർണ്ണതയിൽ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. ചില പരിസയ്യർ കർത്താവിനോട് ചോദിച്ചു, എപ്പോഴാണ് ദൈവത്തിൻ്റെ രാജ്യം നിലവിൽ വരുന്നത് എന്ന്. കർത്താവ് പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടിയല്ല. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടിയല്ല ദൈവത്തിൻ്റെ രാജ്യം പ്രത്യക്ഷപ്പെടുന്നത്. ദൈവത്തിൻ്റെ രാജ്യം അവിടെയാണ്, ദൈവത്തിൻ്റെ രാജ്യം ഇവിടെയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ രാജ്യം കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ തന്നെയാണ്, നിങ്ങളിൽ തന്നെയാണ്. നമ്മിൽ ഓരോരുത്തരിലും ദൈവത്തിൻ്റെ രാജ്യം വരണം. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ അവസരത്തിലും നമ്മൾ ആവർത്തിക്കുന്നുണ്ട്, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന്. നമ്മളെല്ലാവരും ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യം എന്നിൽ നിലവിൽ വരുന്നു, നിങ്ങളിൽ ഓരോരുത്തരിലും നിലവിൽ വരികയാണ്. ദൈവത്തിൻ്റെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമായില്ല, ആ രാജ്യം എന്നിൽ വരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ലെറ്റ് യുവർ കിങ്ഡം കം ആൻഡ് ലെറ്റ് ഇറ്റ് കം ഇൻ മീ എന്ന് പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ദൈവമേ അങ്ങയുടെ രാജ്യം വരണമേ, ആ രാജ്യം എന്നിൽ തന്നെ ആദ്യം വരണമേ. ദൈവത്തിൻ്റെ രാജ്യം നമ്മിൽ ആരംഭിക്കണം. നമ്മൾ ഓരോരുത്തരും ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുമ്പോൾ, നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിന് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ
ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവഹിതം പോലെ എല്ലാം എന്നിൽ നിറവേറട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ എല്ലാറ്റിലും നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ ദർശിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മിൽ ദൈവരാജ്യം വരികയാണ്. നമ്മിൽ ഓരോരുത്തരിലും ദൈവരാജ്യം സംജാതമാവുകയാണ്. പക്ഷേ അതിൻ്റെ പൂർണ്ണതയിൽ നിലവിൽ വരുന്നത് ലോകത്തിൻ്റെ അവസാനത്തിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ദൈവത്തിൻ്റെ രാജ്യം ഒരേ സമയം നാം ഓരോരുത്തരും ബലം പ്രയോഗിച്ച് സ്വന്തമാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട്, ദൈവം നമുക്ക് ദാനമായിട്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് ദൈവം നമുക്ക് ദാനമായിട്ട് നൽകേണ്ടതുമാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്നാപക യോഹന്നാൻ്റെ കാലം മുതൽ ദൈവത്തിൻ്റെ രാജ്യം ബലവശ്യമാണ്, ബലം പ്രയോഗിക്കുന്നവൻ അത് സ്വന്തമാക്കുന്നുവെന്ന്. നമ്മൾ ബലം പ്രയോഗിക്കണം. നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ നമ്മൾ ജീവിച്ചിട്ട് എന്നിൽ ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ രാജ്യം എന്നിൽ വരികയില്ല. നാം ബലം പ്രയോഗിക്കണം. നമ്മോട് തന്നെ നാം ബലം പ്രയോഗിക്കണം. എൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചാൽ എന്നിൽ ദൈവരാജ്യം വരികയില്ല. ദൈവരാജ്യം എന്നിൽ വരണമെങ്കിൽ ഞാൻ എന്നോട് തന്നെ ബലം പ്രയോഗിച്ച് എൻ്റെ ആഗ്രഹങ്ങൾക്ക്, എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാതെ സ്വയം പരിത്യജിച്ച് കർത്താവിൻ്റെ ഹിതം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞാൻ തയ്യാറാകും. പക്ഷേ എൻ്റെ കഴിവിൽ മാത്രം ആശ്രയിച്ച് ഞാൻ പ്രവർത്തിച്ചാൽ എന്നിൽ ദൈവരാജ്യം വരികയില്ല. ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധ അമ്മ ദൈവദൂതനോട് ചോദിച്ച ചോദ്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഇതെങ്ങനെയാണ് എന്നിൽ സംഭവിക്കുക? പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച അതേ മറുപടി തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും. കർത്താവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ആ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിക്കും. ഞാൻ ആ യുവാവിൻ്റെ സംഭവത്തിലേക്ക്, യുവാവിൻ്റെ കഥയിലേക്ക് തിരികെ വരികയാണ്. ആ യുവാവിന് ഇതെല്ലാം ബോധ്യമായി. ആ ധ്യാനത്തിൻ്റെ അവസരത്തിൽ വെച്ച് തന്നെ ആ യുവാവ് തന്നെ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. ഒരു ടോട്ടൽ സറണ്ടർ. ഞാൻ ഇന്നു മുതൽ ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് ഞാൻ ജീവിക്കും. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറട്ടെ എന്ന് ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സ്വീകരിക്കും. കഴിഞ്ഞുപോയ സംഭവങ്ങളെപ്പറ്റി അദ്ദേഹം ചിന്തിച്ചു. ഓരോ സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ഓരോന്നിനെയും ഓർത്ത് അദ്ദേഹം ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചു. ദൈവം കേൾക്കാതെ പോയ പ്രാർത്ഥനകൾക്ക് ആദ്യം ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചു. നാം എത്രയോ പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവമേ, ഇത് സാധിച്ചു തരണമേ, അത് സാധിച്ചു തരണമേ, ഇത് മാറ്റിത്തരണമേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. എന്നാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകിയില്ല. കാരണം മറ്റൊന്നുമല്ല, ദൈവം പിതാവാണ്, സ്നേഹമുള്ള പിതാവാണ്, സ്നേഹം തന്നെയായ പിതാവാണ്. മക്കൾക്ക് നല്ലത് മാത്രം നൽകണമെന്ന് നിർബന്ധമുള്ള, നല്ലതല്ലാത്തതൊന്നും ചെയ്യാൻ സാധിക്കാത്തവനായ പിതാവാണ് ദൈവം. ആ യുവാവിനത് ബോധ്യമായി. അതുകൊണ്ടാണ് തനിക്ക് ലഭിക്കാതെ പോയ അനുഗ്രഹങ്ങളെ താൻ അനുഗ്രഹങ്ങളെന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചിട്ട് കേൾക്കാതെ പോയ ആ പ്രാർത്ഥനകളുടെ പേരിൽ ദൈവത്തിന് ആദ്യം നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന് നന്ദി പ്രകാശിപ്പിച്ചത് തൻ്റെ സഹനങ്ങളെ പ്രതിയാണ്. മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റിനെ പറ്റിയും വീട്ടിലുണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റിയും ഓഫീസിലുണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റിയും സഹോദരങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റിയും എല്ലാം ഓർത്ത്
അദ്ദേഹം ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത്, കർത്താവ് പല മാർഗങ്ങളും പരീക്ഷിച്ചു നോക്കി, പക്ഷെ അതുകൊണ്ടൊന്നും ഫലമുണ്ടാകാതെ വന്നപ്പോൾ സഹനങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ ദൈവം തൻ്റെ നന്മ, തൻ്റെ സ്നേഹം എനിക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നുവെന്ന്. മറ്റു മാർഗങ്ങൾ ഫലിക്കാതെ വന്നപ്പോൾ ദൈവം എനിക്ക് സഹനങ്ങൾ നൽകി. ആ സഹനങ്ങളും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളായിട്ട് ഞാൻ ഇന്ന് കാണുകയാണ് എന്ന്. സഹനത്തിലൂടെ ദൈവം എന്നെ തന്നോട് അടുപ്പിക്കുകയായിരുന്നു. ദൈവം കഠിന ഹൃദയനാണെന്ന് പറഞ്ഞ അവസരങ്ങളുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ദൈവം ക്രൂരനാണെന്ന് ഞാൻ ചിന്തിച്ച അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന് കഠിന ഹൃദയനാകാനോ ക്രൂരനാകാനോ സാധിക്കുകയില്ല എന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. ദൈവം സ്നേഹം തന്നെയാണ്. സ്നേഹം തന്നെയായി ദൈവത്തിന് ഒരിക്കലും കഠിന ഹൃദയനാകാൻ സാധിക്കുകയില്ല, ഒരിക്കലും ക്രൂരനാകാൻ സാധിക്കുകയില്ല. ദൈവത്തിന് നന്മ മാത്രമേ പ്രവർത്തിക്കുവാൻ സാധിക്കൂ. ദൈവത്തിൻ്റെ നന്മ